ഒരിക്കൽ രമണ മഹർഷിയെ കാണാൻ വേണ്ടി വന്ന ഒരു ഭക്തൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, മൂർത്തിയെയും മന്ത്രങ്ങളെ ആരാധിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറയുന്നു. ഈ മനോനിഗ്രഹത്തിലേക്ക് നേരിട്ട് പോകുന്നത് എന്തോ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും, ഇത് സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ രീതി വളരെ ഒരു കോമിക് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ബേസിക് കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മന്ത്രം, മൂർത്തി ആരാധന ഇതെല്ലാം മനസ്സിൻ്റെ പ്രൊജക്ഷൻ്റെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മസ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്വരൂപം, അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരത്ഭുതമാണ്. അതിന് മുൻ പിന്നൊന്നുമില്ല. അതിന് നല്ല ശരീരം, ചീത്ത ശരീരം, നല്ല അവസ്ഥ, മോശാവസ്ഥ ഒന്നുമില്ല. ആദ്യം ഉണ്ടാവുന്നത് ഞാനാണ്. എനിക്ക് ശേഷമാണ് പിന്നീടെല്ലാം. ആദ്യ മന്ത്രം എന്ന് പോലും പറയുന്ന ഓം പോലും ഉണ്ടാവുന്നത് ഞാനിന് ശേഷമാണ്, അല്ലെങ്കിൽ ആത്മസ്വരൂപത്തിന് ശേഷമാണ്. ഈ ഞാൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥ ആത്മാവ്. അതിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പവും എന്നാൽ ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു രീതി. ഞാൻ തന്നെ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യത്തിൽ കൂടുതൽ മന്ത്രജപം നടത്തുന്നതും മറ്റു പല ആരാധനകളും ചെയ്യുന്നത് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ തരും. ചിലപ്പോൾ വളരെ മോശം അനുഭവം ഉണ്ടാവും, എസ്പെഷ്യലി നമുക്കൊരു സാത്വിക് മനോഭാവം ഇല്ലെന്നുണ്ടെങ്കിൽ. അതുപോലെ മൂർത്തികൾ ആരാധിക്കുന്നത് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തരും, ചിലപ്പോൾ മോശം അനുഭവം തരും. മോശം അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ മാനസിക നിലവാരം തെറ്റിപ്പോവാം. ചിലപ്പോൾ ഇല്ലാത്തതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും കണ്ടെന്നിരിക്കാം, അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നിയെന്നിരിക്കാം. അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഒരു യഥാർത്ഥ ആത്മാന്വേഷണത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൽ നമ്മൾ നോക്കേണ്ടതൊന്നുമല്ല, നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാകുന്ന യഥാർത്ഥ സ്വരൂപത്തിലിരിക്കുക എന്നാണ്. ഈ സ്വരൂപത്തിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പല മന്ത്രങ്ങൾ, മൂർത്തികൾ അങ്ങനെ പോയി ഈ എപ്പോഴുമുള്ള അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത അഭ്യാസങ്ങൾ, പൂജകൾ, മതങ്ങൾ, റിച്വൽസ്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇത് രമണ മഹർഷി പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പോലും പലരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോഴും രമണാശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂജയും മറ്റ് കർമ്മങ്ങളൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പോലും പലരും അദ്ദേഹത്തെ ഒന്ന് പൂജിച്ചിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിനോട് ചോദിക്കുന്നവരോടൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയും. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം, നമ്മൾ എത്ര പറഞ്ഞാലും ആത്മസ്വരൂപത്തെ കാണാൻ കഴിയാത്ത ഏതൊരു മനുഷ്യനും, അവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയാത്ത ഏതൊരു മനുഷ്യനും പുറത്തേക്ക് ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം പുറത്ത് എവിടെയോ നമുക്കൊരു നല്ല അനുഭവം കിട്ടും, നല്ലത് കിട്ടുമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. യഥാർത്ഥ അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവവും ഇല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് എത്തുന്നവരെ ഈ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റെബിലിറ്റിക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളെ സഹായിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ അതിൽ തന്നെ എത്ര കാലം നിങ്ങൾ കടിച്ചുപോയി കിടക്കും? നിങ്ങൾ ജീവിതകാലം മുഴുവൻ അതിൽ കടിച്ചുപോയി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആത്മാനുഭവം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയില്ല. യഥാർത്ഥ സ്വരൂപത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. യഥാർത്ഥ സ്വരൂപം നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴിരിക്കുമ്പോഴും അപ്പപ്പപ്പ എന്ന് തമിഴിൽ രമണ മഹർഷി പറഞ്ഞ പോലെ നമ്മൾ നോക്കാറില്ല. എന്നടാ നടക്കുതെങ്കെ എന്ന് പറയുന്ന അതേ അവസ്ഥ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മന്ത്രമോ ബുക്കോ ഒരു സ്പിരിച്വൽ വൈബ്രേഷനോ ഈ പറയുന്ന മൂർത്തികളോ പറഞ്ഞു തരാനുള്ള സ്വാമിമാരോ ഒന്നുമില്ലാതെ, ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ സ്വസ്ഥാവസ്ഥയിൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെയും സഹായമില്ലാതെ അറിയാൻ കഴിയുന്ന കാര്യമാണ് അവനവൻ്റെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവത്തെ. കാരണം മനുഷ്യന് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഞാനുണ്ട് ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ കഴിയില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടെന്ന്. ആ ഫീലിംഗാണ് നമ്മളെ നയിക്കുന്നത്. ആ ഫീലിംഗിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓരോ തീരുമാനങ്ങളെയും ഡിസൈഡ് ചെയ്യുന്നത് പോലും ആ ഭാവമാണ്. എന്നിരുന്നാൽ പോലും ആ ഭാവത്തിൽ ഹോൾഡ് ഓൺ ചെയ്യാനോ അതിൽ റെസ്റ്റ് ചെയ്യാനോ നമ്മൾ തയ്യാറല്ല. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്? നമ്മളെന്തുകൊണ്ട് ഇത്രയും പത്തറ്റിക് ആയി പോയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇത്രയും ഈസിയായ ഒരു വഴി നമ്മുടെ കൺമുമ്പിലുണ്ട്, പറഞ്ഞു തരുന്നുണ്ട് ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് സ്വയം നോക്കി അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ നോക്കില്ല. നമുക്കിങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആത്മവിചാര അല്ലെങ്കിൽ ഇതിന് തുടർന്ന് വരുന്ന പ്രാക്ടീസുകൾ, ഈ ഉള്ളിലേക്ക് നോക്കുന്ന പ്രാക്ടീസ് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ തന്നെ ഒരു 3 days, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു 3 days ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. അടുത്ത ദിവസം കൊണ്ട് വീണ്ടും സംശയം വരും, നമ്മളിത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് മാറിപ്പോയോ, അല്ലെങ്കിൽ ഇതൊരു മണ്ടത്തരം പ്രാക്ടീസാണോ, ഇതിനേക്കാൾ എളുപ്പമുള്ള പ്രാക്ടീസ് വേറെ ഉണ്ടോ? ഇതെല്ലാം ആരാണ് ചോദിക്കുന്നത്? ഇതെല്ലാം ചോദിക്കുന്ന മനസ്സാണ്. മനസ്സ് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്? കാരണം മനസ്സ് അതിൻ്റെ അടിവേര് ഇളകി തുടങ്ങുമ്പോൾ, അത് ഷേക്കാവുമ്പോൾ അത് നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് അഭ്യാസങ്ങളെ കാണിച്ചെന്നിരിക്കും. മനസ്സിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് വിഷയം. മറ്റു കാര്യങ്ങളെ പറ്റി അത് ബോധവടയല്ല. അതിനുവേണ്ടി അത് എന്ത് പണിയെടുക്കും, അതെന്ത് കുഴിയിലും ചാടും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ പുറകെ പോകാതെ നിങ്ങളൊരു പ്രാക്ടീസ് എടുക്കുക. എസ്പെഷ്യലി ആത്മവിചാരത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. നിങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കൂ. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും നിൽക്കൂ. 6 മാസം നിന്നിട്ട് നിങ്ങൾക്ക് അതിൽ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിച്ച് വേറെ പ്രാക്ടീസ് നോക്കിക്കോ. പക്ഷേ ഈ 6 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിലെ ഈ ഈഗോ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്, ഇത് വർക്കാവുന്നില്ലല്ലോ, എനിക്കൊരു ഫലം ഉണ്ടാകുന്നുണ്ടോ, എൻ്റെ വാസന പോകുന്നുണ്ടോ, അത് പോകുന്നുണ്ടോ, ഇത് പോകുന്നുണ്ടോ, ആ കൺഫ്യൂഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. തന്നെ നിങ്ങൾ അനുഭവം ഒബിയസ്ലി ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയ ആൾക്കാരൊക്കെ ഈ അനുഭവം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ വൈ ആർ യു ഡൂയിങ് ഇറ്റ്? നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്നറിയാം, അതായിട്ടിരുന്നാൽ മതി. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നുമില്ല. ഉണ്ടെന്ന് തോന്നുന്ന മനസ്സിനാണ്, ഉണ്ടോ എന്ന് അറിയാൻ നോക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനങ്ങ് വിട്ടേക്ക്. ഡോണ്ട് ട്രസ്റ്റ് യുവർ മൈൻഡ്. ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ മൈൻഡ് ഈസ് എ ഡിസീസ്. മനസ്സ് ഒരു രോഗമാണ്. അതുകൊണ്ട് മനസ്സിനെ ഉപേക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സ് പറയുന്ന കേൾക്കാതിരിക്കാൻ നമ്മൾ പഠിക്കണം. അത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ബ്രഹ്മവിദ്യയാണ്. നമുക്കൊരു ആശ്വാസം തരാൻ, നമുക്ക് ഒരു പ്യൂരിറ്റി തരാൻ നമ്മളെ സഹായിക്കും, നമുക്കൊരു ഓപ്പൺ മൈൻഡ് തരാൻ എല്ലാത്തിനും സഹായിക്കും. സോ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഈ മൂർത്തികളെയും മന്ത്രങ്ങളെയൊക്കെ ആരാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അതാണ് വേണ്ടതെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. പക്ഷേ ബിയോണ്ട് ദ മൈൻഡ് പോകാൻ നിങ്ങളെ സഹായിക്കില്ല. കാരണം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ ലോക്ക് ചെയ്തിട്ട് കളയും. ആ ലോക്ക് ഒരിക്കലും മാറാതെ ഇങ്ങനെ കൊളുത്തി പിടിച്ചിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. കാരണം മനോനിഗ്രഹമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മനോനിഗ്രഹം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഈ മറ്റ് പ്രാക്ടീസുകൾ ചെയ്യുന്നതിന് ഉറപ്പായിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഡിപ്പെൻസ് ഓൺ യുവർ മെൻറ്റൽ സ്റ്റെബിലിറ്റി. അതുപോലെ ഇരിക്കും. എല്ലാവർക്കും സംഭവിക്കണമെന്നൊന്നുമില്ല. ചിലർക്ക് നല്ല അനുഭവമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിന് നിങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എൻ്റെ പോലും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. യു ക്യാൻ ഡൂ ഇറ്റ് ഓൺ യുവർ ഓൺ. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ദൈവവും ഗുരുവും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മസ്വരൂപമായി, നിങ്ങളുടെ ആത്മാവായി ഇപ്പോൾ ഈ നിമിഷം ഇരിപ്പുണ്ട്. ദെൻ വൈ ആർ വി വർ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൺഫ്യൂസായി പോകുന്നത്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മൾ എത്ര സ്പിരിച്വൽ ലിറ്ററേച്ചർ വായിച്ചു, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ എത്ര വീഡിയോ ഓൾറെഡി ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്ര കണ്ടാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, എത്ര കണ്ടു കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാവും. നിങ്ങൾ ഇനിയും വീഡിയോസ് കണ്ടോളൂ. എനിക്ക് നല്ലതാണ്. നിങ്ങൾ വീഡിയോസ് കണ്ടാൽ എനിക്ക് കുറേ വ്യൂസ് കിട്ടും. നിങ്ങൾ കണ്ടോളൂ. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അമ്പലത്തിൽ പോവുക, മൂർത്തി ആരാധിക്കുക, എന്ത് വേണോ ചെയ്തോളൂ. പക്ഷേ ഈ ആത്മീയതയിലെ യഥാർത്ഥ എസൻസ് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മവിചാരം ചെയ്യണം. ആത്മവിചാരം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റെന്ത് കാര്യം ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തെ വിട്ടുകളയാതിരിക്കുക. എത്ര കാലം എടുത്താലും കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. അതിന് റിസൾട്ട് ഉണ്ടാവാതെ ഒരിക്കലും ഇരിക്കില്ല. 100% ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളത് പറയണം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി വർക്ക് ഫോർ യു. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ രമണ മഹർഷിയെ ഫീൽ ചെയ്യാൻ സാധിക്കും നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. ട്രൈ ചെയ്യുമ്പോൾ ഒരു മാസം ട്രൈ ചെയ്ത് നോക്കൂ. മനസ്സ് പറയുന്നത് ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കും മനസ്സ് പറയും ഇത് ശരിയായില്ല, നിങ്ങൾ കുറച്ചുകൂടെ വീഡിയോ കണ്ട് ഇത് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആവണം. വേണ്ട. നിങ്ങൾ വീണ്ടും ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്, ഈ ചെയ്യുന്നതിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ, എനിക്ക് മെച്ചം ഉണ്ടാകുന്നുണ്ടോ, അതോ ഞാൻ താഴോട്ട് പോകാണോ, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ പ്രാക്ടീസിനേക്കാളും ബെറ്റർ പ്രാക്ടീസ്, ഇതിലേക്കൊന്നും പോകണ്ട. ഒരു മാസം ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസം അത് വർക്കായില്ലെങ്കിൽ യു ക്യാൻ ഗോ ടു അനദർ പ്രാക്ടീസ്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ ഈ മനസ്സ് പറയുന്നത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പറയുന്നത് കേൾക്കാതാവുക എന്നുള്ളതല്ലേ നമ്മുടെ യഥാർത്ഥ ആവശ്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ പിറകെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും നമുക്ക്? ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ ആത്മവിചാരം ചെയ്യാൻ കഴിയാത്ത ഒരു ബോധമുള്ള മനുഷ്യനും ഭൂമിയിലില്ല. ആർക്കും ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എവിടെയും പോകണ്ട, പത്മാസനത്തിലിരിക്കേണ്ട, മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ഓൺ ചെയ്യുന്ന സ്പിരിച്വൽ യോഗാഭ്യാസങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല. യു ക്യാൻ സിംപ്ലി ഡു ഇറ്റ് വിത്ത് യുവർ ഓൺ ഹാർട്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട്. അറിയാൻ എന്ത് ഈസി ആയിരിക്കും അല്ലേ? ട്രൈ ചെയ്യുക. ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങളൊന്നും തന്നെ തല്ലിക്കൊല്ലരുത്. എനിവേ, താങ്ക് യു.